ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാദ് ഇലിഗൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം യുഎസിൽ നിന്ന് ജാക്സൺ ഹോൾസ് ഇൻഫോഴ്സിൽ അവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ് തലവൻ ജെറോം പവലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ ഒരു സൂചന നൽകിയതിനെ തുടർന്ന് യുഎസ് മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഒരു പോസിറ്റിവിറ്റി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും കണ്ടു. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റും പോസിറ്റീവായിരുന്നു. സെക്ടർ വൈസ് എസ്പെഷ്യലി IT സെക്ടർ. നിഫ്റ്റി അങ്ങനെ വീണ്ടും 25,000 തൊട്ട് താഴെ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഏകദേശം 97 പോയിൻറ്റിൻ്റെ ഒരു റാലി. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് കാണാം. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം 24,900 ലോ ടെസ്റ്റ് ചെയ്തു. വീണ്ടും മാർക്കറ്റ് ഉയർന്ന് 25,000 മുകളിൽ പോയി റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. അവസാനം 24,978 നിഫ്റ്റി നിന്നപ്പോൾ നിഫ്റ്റിയിൽ ഇന്ന് ഇൻഫോസിസ്, TCS, HCL ടെക്, വിപ്രോ മുൻനിര IT കമ്പനീസ് എല്ലാം തന്നെ 3% മുതൽ 2.09% വരെയുള്ള റാലിയിലും ഹിൻഡൽകോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അദാനി എൻ്റർപ്രൈസസ്, അപ്പോളോ ഹോസ്പിറ്റൽ, നെസ്ലെ, SBI ലൈഫ്, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ കമ്പനീസിലാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. നമ്മൾ കണ്ടതുപോലെ തന്നെ ചർച്ച ചെയ്തപോലെ തന്നെ IT സ്റ്റോക്കുകൾ ഇന്ന് ശക്തമായിട്ടുള്ളൊരു ബൈയിങ് പ്രഷർ കണ്ടു. TCS 3% റാലി. പ്രധാനമായിട്ടും JP മോർഗൻ US ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി കമ്പനി അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ യെസ് ബാങ്കും ജപ്പാൻ കേന്ദ്രമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി യെസ് ബാങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് RBI അപ്രൂവ് ചെയ്ത ന്യൂസും നമ്മൾ യെസ് ബാങ്കിൽ കണ്ടു. മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. 5 സബ്മറൈൻസ് അക്യൂർ ചെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിനെ സംബന്ധിച്ച്. കൂടാതെ GST കട്ട്, നമുക്ക് ദീപാവലി ആഘോഷങ്ങൾ എല്ലാം തന്നെ ഈ ട്രംപിൻ്റെ താരിഫ് കാരണം ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്റ്റിൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് ഈ ഒരു നമ്മളുടെ നെക്സ്റ്റ് ജനറേഷൻ GST റീഫോമിലൂടെ നമുക്കത് നികത്താൻ പറ്റുമെന്നാണ് നിലവിലുള്ള അനലിസ്റ്റുകളുടെ എല്ലാം തന്നെ നിലവിലുള്ളൊരു കാഴ്ചപ്പാടും പഠനവും. അത് മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് നിലകൊണ്ടു. മിഡ് ക്യാപ്പ് സെക്ടറിലൊക്കെ നോക്കുകയാണെങ്കിൽ ഐഡിയയും ഇന്ന് 5% ഒരു റാലി തുടർന്നു. AGR ഡ്യൂ സംബന്ധിച്ചിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റാണ് കമ്പനിക്ക് ഗുണകരമായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. US വിക്സ് ഇന്ന് സ്പൈക്ക് ചെയ്തില്ല. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ $3,500 പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. ഗോൾഡ് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് നോക്കുകയാണെങ്കിൽ $3 പെർ ഔൺസിന് ഉയർന്ന് ഗോൾഡിൻ്റെ സ്പോട്ട് 3,369 എന്ന നിലയിലാണ്. ഡോ ഫ്യൂച്ചറിൽ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ശക്തമായ റാലിക്ക് ശേഷം ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വൽ വാർത്തകളിലേക്ക് പോകാം. നമ്മുടെ ITR ഫയൽ ചെയ്യേണ്ട ഡെഡ് ലൈന് അടക്കുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് മിഡോട് കൂടിയിട്ട് ITR ഫയൽ ആകും. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ITR ഒക്കെ ഫയൽ ചെയ്യാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ കാണാം. ഇനി നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഈ നമുക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ്, മറ്റുള്ള ഏതെങ്കിലും ഒരു സ്കില്ല് നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ തുടക്കുന്ന ഒരു തുകയുണ്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രം പഠിക്കുന്ന സമയത്ത് വലിയ തോതിൽ 50,000 60,000 ഫീസ് കൊടുത്താണ് പൊതുവെ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുന്നത്. അതിനൊന്നും കാര്യമില്ല. ഒരു സ്റ്റോപ്പ് ലോസിൽ നമുക്ക് വെക്കുന്ന ഒരു തുകയ്ക്ക് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാം. എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സുകളും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസായിട്ട് നിങ്ങൾക്ക് ഓൺലൈനും ഓഫ്ലൈനും ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം. മുത്തൂറ്റ് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകളിലേക്ക് വരുമ്പോൾ മുത്തൂറ്റ് 200 CR ഇവരുടെ ഹൗസിംഗ് ഫിനാൻസ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. പേപ്പർ കമ്പനീസ് എല്ലാം തന്നെ ഇന്ന് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. സെൻട്രൽ ഗവൺമെൻറ് ഒരു പേപ്പർ കമ്പനിക്ക് അവരുടെ റോ മെറ്റീരിയൽസ് പ്രൈസ് സ്റ്റേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ റീഫോംസ് കൊണ്ടുവന്നു. ഇത് JK പേപ്പർ, തമിഴ്നാട്, ന്യൂസ് പ്രിൻ്റ്, വെസ്റ്റ് കോസ്റ്റ് തുടങ്ങിയ കമ്പനീസിൽ സ്പൈക്ക് രേഖപ്പെടുത്താൻ കാരണമായി. NBCC ഇവർക്ക് 3,700 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. രാജസ്ഥാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഭാഗത്തു നിന്നാണ് ഓർഡർ ലഭിച്ചത്. ഗോദ്രേജ് പ്രോപ്പർട്ടി റിയാലിറ്റി കമ്പനിയാണ്. 1000 കോടി രൂപ ഹൈദരാബാദ് പ്രൊജക്റ്റിൻ്റെ പുതിയ ലോഞ്ച് സെയിൽസ്. ആ പ്രൊജക്റ്റിൽ നിന്ന് 1000 കോടി രൂപയാണ് സെയിൽസ് എമൗണ്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. IRDA കമ്പനി ഇവരുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 22% ആണ് കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത്. PTC ഇൻഡസ്ട്രീസ് കമ്പനി ഇവരുടെ റവന്യൂ ഗ്രോത്ത് ഓൾമോസ്റ്റ് ഡബിൾ ആക്കിയാണ് കമ്പനി ഫോർകാസ്റ്റ് ചെയ്യുന്നത്. നെസാറ ടെക് കമ്പനി $1.26 മില്യൺ ലോൺ അപ്രൂവൽ ഇവരുടെ UK സബ്സിഡിയറി കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള ന്യൂസ്.
ഇൻഡസ്ഇൻഡ് ബാങ്ക് മിസ്റ്റർ രാജീവ് ആനന്ദ് MD CEO ആയിട്ട് നിയമിതനായി. ശ്രീ സിഗ്മി സിമൻറ്റ് കമ്പനി അദാനി പോർട്ട് ഇവരുടെ പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ് കമ്പനിക്ക് പോസിറ്റീവായിട്ട് വന്നു. NCC കമ്പനി 790 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. കാന്താര ഓയിൽ കമ്പനി ഇവർക്ക് ഓയിൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. TTK പ്രസ്റ്റീജ് കമ്പനി ഫ്ലഡ് കാരണം അഴിച്ചിട്ട് ഇവരുടെ പ്ലാന്റ് റെസ്യൂം ചെയ്തു പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള ന്യൂസ്. ഭാരത് ബിജ്ലി കമ്പനി ഇവരുടെ ട്രാൻസ്ഫോമേഴ്സ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനി 65 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ മുടക്കാൻ കമ്പനി തീരുമാനിച്ചു. ഐറിസ് ലൈഫ് സയൻസ് കമ്പനി ബ്രസീലിൽ ഇവരുടെ ഓപ്പറേഷൻ കമ്പനി ആരംഭിക്കുന്നുണ്ട്. TCS കമ്പനി ICC ലോംബോർഡ് കമ്പനിയായിട്ട് ഒരു പുതിയ ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് AI ബേസ്ഡ് ആയിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ കമ്പനി മുംബൈ ഓഫീസിൽ CBI റെയ്ഡ് നിന്നുണ്ടായിരുന്നു. സ്റ്റോക്കിൽ നിന്ന് 5% ഫോൾ ഉണ്ടായിരുന്നു. ട്രെൻഡ് കമ്പനി HSBC എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ട്രെൻഡിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കോൾ ഇന്ത്യ കമ്പനി ഇവർ മധ്യപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്കൊരു മൈനിങ് പ്രൊജക്റ്റ് ലഭിച്ചതായിട്ടുള്ള ന്യൂസാണ് നമുക്കിപ്പോൾ ഉള്ള കാണാൻ സാധിക്കുന്നത്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലോബലി ഇല്ല ലോക്കലി നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ മന്ത്ലി എക്സ്പയറിയാണ് ഉള്ളത്. ഈ ഒരു ആഴ്ചയിലുള്ള ഇതെല്ലാം തന്നെ മന്ത്ലി എക്സ്പയറിയാണ്. അത് മാറ്റി നിർത്തിയാൽ നമുക്ക് ബുധനാഴ്ച ദിവസം നമുക്ക് അവധിയാണ് മാർക്കറ്റ്. DK വളരെയധികം ഫാസ്റ്റായിരിക്കും. പല ആളുകളും ഓപ്ഷനിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ അറിയാതെ ട്രേഡ് ചെയ്യാറുണ്ട്. DK പോലെയുള്ള കാര്യങ്ങൾ കൂടാതെ തന്നെ ഈവൻറ്റുകൾ നമുക്കറിയാം. ഈ ഒരു ആഴ്ച US നിന്ന് GDP ഡേറ്റ വരുന്നുണ്ട്, യൂറോസോണിൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ, അങ്ങനെ ഒരുപാട് ഈവൻറ്റുകൾ ഉണ്ട്. അപ്പോൾ ആ ഈവൻറ്റുകളും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. നമുക്ക് മാർക്കറ്റിലൊരു വ്യൂ ഉണ്ടാവാം. ആ വ്യൂ വെച്ച് നമ്മൾ പുലർത്തി ട്രേഡ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ടൈമിൽ ഓക്കെ നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡിന് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. പക്ഷേ മാർക്കറ്റ് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് 3:30 ക്ലോസ് ചെയ്തതിന് ശേഷം നിഫ്റ്റി ഓൾമോസ്റ്റ് നാളെ വെളുപ്പിന് 2 മണി വരെ ട്രേഡിങ് തുടരുന്ന ഒരു ഇൻഡെക്സാണ്. അപ്പോൾ അതിലുണ്ടാക്കുന്ന റിയാക്ഷനാണ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ്. ഈവൻ നെക്സ്റ്റ് ഡേ മോർണിംഗും 6:30 നമുക്ക് നിഫ്റ്റി ട്രേഡിങ് റെസ്യൂം ആവും. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ നിഫ്റ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ പഠനത്തിന് യാതൊരു സ്ഥാനവുമില്ല. നമ്മുടെ പഠനം എന്തു തന്നെയായാലും ഈ ഓവർനൈറ്റ് നടക്കുന്ന ഈ ഒരു മൂവ്മെൻറ്റിന് നമ്മുടെ പഠനത്തിന് യാതൊരു സ്ഥാനവുമില്ല. അപ്പോൾ അതിന് ഒരു ഭാഗ്യത്തിൻ്റെ നിറം വരും, അതിലൊരു ഗാംബ്ലിങ്ങിൻ്റെ നേച്ചർ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓവർനൈറ്റ് പൊസിഷൻസെല്ലാം തന്നെ നേക്കഡ് ബൈയിങ് ഒക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ അതിനൊരു ഗാംബ്ലിങ്ങിൻ്റെ നേച്ചർ വരുന്നത്. ബൈ ചെയ്യാം മാർക്കറ്റ് സമയത്ത് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിമാൻഡ് സോണിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അതിന് നമുക്ക് ഇൻഡിക്കേറ്ററിനെ കൂട്ടി പിടിച്ച് ട്രേഡ് ചെയ്യാം. പക്ഷെ ഓവർനൈറ്റ് നമ്മൾ പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ കഥ മാറി, അപ്പോൾ വേറെ രീതിയിലാണ് അതിൻ്റെ ട്രേഡിങ്ങിൻ്റെ പോക്ക്. അപ്പോഴാണ് നമ്മൾ ഹെഡ്ജ് ചെയ്യേണ്ടത്. അപ്പോൾ എനിവേ അതൊക്കെ പതിയെ പഠിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നാളെ രാവിലെ കാണാം. ചാനലിലെ ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു.